ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് ബ്രാഗ്സ് ഇക്വേഷനാണ്. ബ്രാഗ്സ് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റേ ഡിഫ്രാക്ഷൻ ഈസ് എ ടെക്നിക് യൂസ്ഡ് ഫോർ ദ സ്ട്രക്ചറൽ ഡിറ്റർമിനേഷൻ. ഒരു ക്രിസ്റ്റലിൻ്റെ സ്ട്രക്ചറൽ ഡിറ്റർമിനേഷൻ നടക്കാൻ വേണ്ടിയിട്ട് എക്സ്റേ ഡിഫ്രാക്ഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്. അത് നമ്മുടെ ബ്രാഗ്സ് ലോസിൻ്റെ കോൺസെപ്റ്റുകളാണ് ഇതാക്കുന്നത്. എന്താണ് ബ്രാഗ്സ് ലോ ചെയ്തത്? എക്സ്റേ റിഫ്ലക്റ്റഡ് ഫ്രം ദ ഡിഫറെൻറ്റ് പാരലൽ ലൈൻസിൻ്റെ എക്സ്റേസ് ഡിഫ്ലക്റ്റ് ചെയ്തിരിക്കുന്നത് ബേസ് ചെയ്തിട്ട് അതിൻ്റെ പാത്ത് ഡിഫറൻസ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എക്സ്റേയുടെ ഒരു വേവ് ലെങ്ത് ഓഫ് എക്സ്റേസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ ഡെറിവേഷൻസ് നമ്മൾ ആദ്യം സ്ട്രക്ചർ വരയ്ക്കാൻ പഠിക്കണം. ആ സ്ട്രക്ചർ വരച്ചതിന് ശേഷം നമ്മളുടെ അത് തമ്മിലുള്ള ആംഗിൾസിനെ തീറ്റ എന്നും അവർ തമ്മിലുള്ള ഡിസ്റ്റൻസിന് ഡി എന്നും ആയിട്ട് കൺസിഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആംഗിൾ എസ് ക്യു എം ഈസിക്കൽ ടു ആംഗിൾ എം ക്യു ടി ഈസിക്കൽ ടു തീറ്റ, പി ക്യു ഈസിക്കൽ ടു എൽ എസ് ആൻഡ് ആർ ക്യു ഈസിക്കൽ ടു എൻ ടി എന്ന് പറയുന്നു. ഓക്കെ, ദെൻ എസ് എം ഇസിക്കൽ ടു ക്യൂ എം സൈൻ തീറ്റ എന്ന് കിട്ടുന്നു. ദെൻ എസ് എം ഇസിക്കൽ ടു ഡി സൈൻ തീറ്റ എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നു. ദെൻ ആംഗിൾ എം ക്യു ടി എടുക്കുകയാണെങ്കിൽ സൈൻ തീറ്റ ഈസിക്കൽ ടു എം ടി ബൈ ക്യൂ എം ആൻഡ് എൻ പി ഈസിക്കൽ ടു എം ടി ഈസിക്കൽ ടു ക്യൂ എം ബൈ സൈൻ തീറ്റ. അപ്പോൾ എം ടി ഈസിക്കൽ ടു ഡി സൈൻ തീറ്റ എന്ന് കണ്ടുപിടിച്ചു. അപ്പോൾ രണ്ടിൻ്റെ ഇക്വേഷൻ എസ് എം ഈസിക്കൽ ടു ഡി സൈൻ തീറ്റയും എം ടി ഈസിക്കൽ ടു ഡി സൈൻ തീറ്റ എന്ന് കിട്ടുന്നു. അതിനെ രണ്ട് അപ്ലിക്കബിൾ ചെയ്യുന്ന സമയത്ത് എൻ ലാംഡ ഈസിക്കൽ ടു ഡി സൈൻ തീറ്റ പ്ലസ് ഡി സൈൻ തീറ്റ എന്ന് കിട്ടും. എം ലാംഡ എന്ന് പറഞ്ഞാൽ ഡി സൈൻ തീറ്റ ഈസിക്കൽ ടു ഡി സൈൻ തീറ്റ. അപ്പോൾ നമ്മൾ എൻ ലാംഡ ഈസിക്കൽ ടു 2D സൈൻ തീറ്റ എന്നുള്ളൊരു ഇക്വേഷനിലേക്ക് വരും. അതിൻ്റെ സിഗ്നിഫിക്കൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർ എ നോൺ ലാംഡ ഫോർ എക്സ്റേ ദ ഇൻ്റർപ്ലാനർ ഡിസ്റ്റൻസ് ഓഫ് ദ ക്രിസ്റ്റൽസ് ക്യാൻ ബി കാൽക്കുലേറ്റഡ്. ഒരു ലാംഡ നമുക്ക് അറിയുമെങ്കിൽ അതിൻ്റെ ഇൻ്റർപ്ലാനർ ഡിസ്റ്റൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. For measuring the theta, the edge length of the cube can be calculated if the d value can know. അതിൻ്റെ ഒരു എഡ്ജ് ലെങ്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യും, അതിൻ്റെ ഡിസ്റ്റൻസ് നമുക്ക് അറിയാമെങ്കിൽ. അപ്പോൾ ഡി ഇസിക്കൽ ടു എ ബൈ റൂട്ട് ഓഫ് എച്ച് സ്ക്വയർ പ്ലസ് കെ സ്ക്വയർ പ്ലസ് എൽ സ്ക്വയർ. ദ വേവ് ലെങ്ത് ലാംഡ ഓഫ് എക്സ്റേ ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ ദ മെഷറിംഗ് ദ തീറ്റ ഡി ആൻഡ് എൻ. വേവ് ലെങ്ത് ക്യാൻസർ ഡിയും തീറ്റയും ഡിയും എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഡെറിവേഷൻസ് നന്നായി നോക്കുക. എന്താണ് ബ്രാഗ്സ് ഇക്വേഷൻ, അതിൻ്റെ ഡെറിവേഷൻസ് നന്നായി നോക്കുക. നന്നായി നോക്കുക, അതിനെ കൺസിഡർ ചെയ്യുക. തീറ്റ ഡി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് എന്നൊക്കെ നോക്കുക. അത്രയേ ഉള്ളൂ നമ്മുടെ ഡെറിവേഷൻ. ഇനി നമ്മൾ ഇംപെർഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത പാർട്ട് വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ദെൻ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.